നമസ്കാരം. ആരാ? പരിചയം ഉണ്ടാവില്ല. ഇതാണ് വടക്കനാശൻ, പണം പലിശ കൊടുക്കുന്ന. എന്താ ഇവിടെ ഇപ്പൊ കരിപ്പെട്ടി കച്ചവടമൊക്കെ ഇല്ലാതെ വലിയ വിഷമത്തിലാണെന്ന് കേട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണം? പണത്തിന് മുട്ട് കാണുമെന്നറിയാം. വേണമെങ്കിൽ 25,000-ഓ 50,000-ഓ ഞാൻ തരാം. ന്യായമായ പലിശ വന്നാൽ മതി. ക്ഷണികളാണ്. എന്നെയല്ല, വടക്കനാശൻ തന്നെയാ. ബ്ലാക്ക് ദി ഫൂൾ. മനസ്സിലായില്ലേ? രക്തമില്ലാത്ത മടയാ എന്ന നീ ഇറങ്ങണ വഴി എന്ന സാഹിബ് ക്ഷമിക്കണം. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. മൈ ഗോഡ്. ആശാനെ അവസാനം പറഞ്ഞതേ ഇംഗ്ലീഷിൽ വലിയ ചീറ്റ. അതിന്റെ അർത്ഥം മനസ്സിലായി. ആശാൻ ഇവിടെ നിന്ന് കഴിഞ്ഞു. അതുകൊണ്ട് വേഗം ഓടിക്കോ. മര്യാദയില്ലാത്ത വർഗം. ഇവരൊക്കെ തല്ലുകൊണ്ടായിരിക്കണമാണ്. ഈ തല്ലു കൊടുക്കാന്നൊക്കെ പറയുന്നതേ ആളുകൾ ചെയ്യേണ്ട പണിയാണ്, നിങ്ങളല്ല. സിന്ധി, സ്വന്തം ഭാര്യ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചവൻ തടി പോലെ നടക്കുന്നു. എന്നിട്ടാണ് ആ പാവപ്പെട്ട കിഴവനെ തല്ലാൻ നടക്കുന്നത്. ചുമ്മാ ഇരിക്കണം മിസ്റ്റർ. മുത്തനെ വെറുതെ വിട്ടതുകൊണ്ട് സായിപ്പ് ഒരു കിഴങ്ങനാണെന്നാ നാട്ടുകാരെല്ലാരും. ആകെ ധൈര്യം ഉണ്ടായിരുന്നത് നല്ലാക്ഷനായിരുന്നു. അവനാണെങ്കിൽ ഭ്രാന്തും വന്നു. എന്റെ ദൈവം, ഇനി ഞാൻ എന്ത് ചെയ്യും? ചാകണം. ഈ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. എന്ത് ചെയ്യണം? അവരെ കൊല്ലണം. ആദ്യം നിങ്ങൾ ഒരാളാണെന്ന് തെളിയിച്ച് എങ്ങനെയെങ്കിലും മുത്തനെ പിടിച്ച് കുറച്ചു കാലം ജയിലിലിട്ടാ മതി. പിന്നെ നമുക്ക് പഴയതുപോലെ കരിപ്പെട്ടി കച്ചവടം തരണം. ശരിയാണ്. പക്ഷേ എന്തോന്ന് പക്ഷേ? കാശ് കൊടുത്താൽ മതി. ചോണയുള്ള ആളുകൾ വേണ്ടതുപോലെ ചെയ്യും. ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല. ടൗണിൽ കരിപ്പെട്ടി വിൽക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ശരിയാക്കാം. ഇന്ന് രാത്രി അവൻ ടൗണിൽ പോകുന്നുണ്ട്. ഇന്ന് രാത്രി चलिए ജീവിതം മുഴുവൻ എനിക്ക് ആസ്വദിക്കണം. സ്വന്തം തടവുമുറിയുടെ താക്കോൽ സിന്ധിയുടെ കയ്യിലാണ്. സിന്ധി വിചാരിച്ചാൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം.
പോട്ടെ. ഓക്കേ, ഗുഡ് നൈറ്റ്. സമയം എന്തായി? മണി 2. നല്ല വാച്ച്. ഇത് ഞാൻ എടുത്തോട്ടെ? അല്ല, പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ടേ? ഇല്ല, പാലേന്ന് എടുത്തോളൂ. ഇതിന് ഒരു സ്വർണ്ണ ചെയിനായിരുന്നു വേണ്ടത്. എന്ത് ചെയ്യാൻ കാശില്ലല്ലോ. സാറില്ല, സാഹിബിനോട് പറഞ്ഞു തരും. അല്ലെങ്കിൽ മകളോട് പറയാം. വേണ്ട. പിന്നെ സാറ് തരുമോ? തരാം. ഇപ്പൊ വേണ്ട, നാളെ തന്നാലും മതി. നാളെ കാലത്ത് ഞാൻ ഓഫീസിൽ വരാം. ഓക്കെ? ആ, പിന്നൊരു കാര്യം, ചിലപ്പോ ഞാൻ ആർക്കെങ്കിലും വിറ്റെന്ന് വരും. എനിക്ക് കാശിന്റെ സ്വല്പം ആവശ്യമുണ്ട്. ഓക്കെ? ഓക്കെ. ഇത് മതി. ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ? ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ എല്ലാം വിളിപ്പിക്കാം. ശരി. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ നോക്കില്ല. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. സാറ് തന്നെ രക്ഷിക്കണം. മുത്തന്റെ പേരിൽ ഒരുപാട് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, ഭവനഭേദനം, മോഷണം, അടിപിടി. സാറിന് സത്യം അറിയാമല്ലോ. പക്ഷേ സായിപ്പിനോട് എതിർക്കാനുള്ള കഴിവ് എനിക്കില്ല. അയാളെന്നെ നശിപ്പിച്ചു കളി. എന്നാ പ്രസിഡന്റ് അറിയാൻ ഒരു വിശേഷം കൂടി ഞാൻ പറയാം. ആശുപത്രിയിൽ വെച്ച് ചെല്ലയ്യന്റെ കൈ മുറിച്ചു കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ വൈദ്യരെ? എന്നാ ഒരു ഉപകാരം ചെയ്യാമോ? ആ മനുഷ്യന്റെ കഴുത്തുകൂടെ മുറിച്ചു കളയാൻ സാഹിബിനോട് പറയാമോ?